ഇന്നത്തെ അംഗം ആരംഭിക്കുകയാണ്. ഒരു ലോജിക്കും ഇല്ലാത്ത ഐറ്റം കൊണ്ടാണ് കയറി വന്നത്. തിരുവാട്ടുകാവിലമ്മേ കാത്തുകൊള്ളണേ. അനുരാഗ കളരി അംഗത്തിനു വന്നവളെ. നല്ല വള. ഒരുവളെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം സാധിച്ചു. മൂർച്ചയൊക്കെ ഉണ്ടല്ലോ വാളില്. ചന്ദനലേപ സുഗന്ധം. കളരി വൃത്തിയാക്കാൻ ജോലിക്കാരി വരൂല. അതങ്ങനെ അവർക്ക് ശമ്പളം കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ പൈസ പറഞ്ഞെങ്കിൽ കളരി പഠിക്കാൻ പിള്ളേർ വരണം. മുക്ക് കുറെ കരാട്ട സാറുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യനിപ്പം കളരി വേണ്ട. പഴം പോലും മുറിയാത്ത പടവാളേ, നിന്നെപ്പോലെ ഞാനും ഇങ്ങനെ തുരുമ്പെടുത്ത് പോവത്തേ ഉള്ളൂ. എന്തെല്ലാം അഭ്യാസങ്ങളാണ് കുട്ടിക്കാലത്ത് കാണിച്ചത്, എല്ലാം മറന്നുപോയി. പൊന്നരഞ്ഞാണം പണയം വെച്ചാണ് കഴിഞ്ഞ മാസത്തെ ചെലവിലുള്ള പൈസ. ഈ മാസം ഞാൻ എന്തൊരൂരി പണയം വെക്കുമെന്തോ. അത്താഴ പഷ്ണിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കയറി വരൂ. രാവിലെ മുതൽ ഒരുത്തവിടെ പട്ടിണിയാണ്. ഒറ്റയ്ക്ക് എനിക്ക് പട്ടിണി ഇരിക്കാൻ വയ്യാ. ഹലോ, ആരും ഇല്ലേ? അമ്മ പാലുകാരൻ സുരേഷ്. ഇവിടെ ഉള്ളവരെല്ലാരും തീർത്ഥാടനത്തിന് പോയി. ഫോണിംഗ് ബെല്ല് അടിച്ചടിച്ച് സ്വിച്ച് പൊട്ടി, എന്നിട്ട് സൗണ്ട് കേൾക്കണില്ല. ഫോണിംഗ് ബെല്ല? ആഹാ, ആ വേട്ടാവാളിന്റെ ഊട് കുത്തി പൊട്ടിച്ചല്ലേ. ഈശ്വര, ആ ശാപം എന്റെ തലയിലായല്ലോ. കഥ പറ. അതിന് കുറ്റിയും കൊളത്തൊന്നുമില്ല, അടിച്ചു കയറി വാ. ഞങ്ങള് കേറി വന്നിട്ടാണ് അടി. പുതിയ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. ഫീസ് അഡ്വാൻസ് ആണ്. ഒരു മാസം പഠിച്ചിട്ട് ഫീസ് തരാതെ പൊക്കളെ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തിനാടെ വാളും പരിചയൊക്കെ കൊണ്ടുവന്നത്? അതെല്ലാം ഇവിടെ നിന്ന് വാടകയ്ക്ക് എടുക്കാറുണ്ടല്ലോ. നമ്മൾ ആരെന്ന് പറഞ്ഞു വിടറാ? അമ്മ പറഞ്ഞു വിടമ്മ. അയ്യാ, ഇങ്ങോട്ട് മാറി നില്ലേ. എന്നെ മനസ്സിലായില്ലേ? നെട്ടയം ജയശ്രീ, വട്ടിയൂർക്കാവ് ശാന്തി. ലിസ്റ്റില് കുറെ പേരുണ്ടല്ലേ. നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് സ്ത്രീകളുടെ മുഖം ഞാൻ ഓർത്തു വെക്കാറില്ല. ഞാൻ ആർച്ച. ഞായറാഴ്ച അവധിയല്ലേ? ഇരുമ്പാണിക്ക് പകരം മുളയാണ് ഉപയോഗിച്ചത് ഓർക്കുന്നുണ്ടോ? ഇവിടെ കഞ്ഞി വെക്ക അരിയില്ല, അപ്പോഴാണോ ബിരിയാണി വെച്ച കഥ പറയണത്? മാമനാ പഠിപ്പിക്കണ മാഷിനെ മാമാന്ന് വിളിക്കോടാ. എന്റെ ചന്തുവേ, ആര് പറഞ്ഞു വിളിക്കണ? നിർത്തിൻ, ഉണ്ണിയാ നുള്ളരുത്. ഞാൻ അവന്റെ തൊടയിലാണ് നുള്ളിയത്. എന്നെ മനസ്സിലായില്ല? അല്ലല്ലോ. പുത്തൂരം വീടറിയാമോ? ആരോമൽ ചേകവരെ അറിയാമോ? ഈ ഉണ്ണിയാർച്ച അറിയാമോ? ഫ്രം തിരുവനന്തപുരം. ചത്ത് ചത്ത് ചത്ത്. അമ്മയുടെ ഫസ്റ്റ് ഡയലോഗ് തന്നെയാണ് ചത്ത്. ആളിനേക്കാൾ മൂർച്ചയുണ്ട് നിന്റെ അമ്മയുടെ നാവിന്. എവിടെ നോക്കട്ടെ അമ്മ. അയാളങ്ങ് നക്കി കൊന്നേരാ. സ്നേഹിച്ചാൽ ഞാൻ നക്കിക്കൊല്ലും, വെറുത്താൽ ഞാൻ ഞെക്കിക്കൊല്ലും. അതാണ് ഈ ഉണ്ണിയാർച്ച. പുത്തൂരം വീട്ടിൽ അവശബ്ദമോ? ആരടാ അവിടെ? വെട്ടടാ അവന്റെ തല. ടണ്ടടേ. ചർച്ചേ ആർച്ച അതല്ല. യുദ്ധത്തിന് മുമ്പ് നമുക്ക് ഇതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്താലോ? ചർച്ച? ഞാൻ റെഡി. ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോമലുണ്ണിയെ കൊന്നെന്നാരോപിക്കുന്ന ചന്തു നമ്മോടൊപ്പമുണ്ട്. ചന്തു, എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അരങ്ങയുടെ വാളിന്റെ ഇടയിലേക്ക് ചാടിക്കേറിയ ആരോമലിന്റെ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. അതിനർത്ഥം താങ്കൾക്ക് ആ മരണത്തിൽ യാതൊരു പങ്കുമില്ലെന്നാണോ? അതൊരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. എടാ, ഇവൻ സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്താണ്. അതിന് പകരം ചോദിക്കാനാണ് എന്റെ മകൻ കണ്ണപ്പനുണ്ണി ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് നിന്റെ മോൻ കണ്ണാപ്പയല്ല വരാനുള്ളത്, ആരോമലിന്റെ മോൻ ലുണ്ണിയാണ് വരാനുള്ളത്. ആർച്ചേ, നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അറിയിപ്പിനായി ഒരു ഓല കൊടുത്തു വിടാമായിരുന്നു. ഓല മാത്രം എന്തിനാക്കണ? കൊതുമ്പും മടലും ചൂട്ടും എല്ലാം കൂടെ കൊടുത്തു വിടായിരുന്നല്ലേ. എന്തിന് എന്നെ പോഹയ്ക്കാനാ? ബാളെടുക്കൂ മാമ. നീ ബോൾ എടുത്തോ, ഞാൻ ബാറ്റ് ചെയ്യാം. അതല്ല, ഇത് കണ്ടോ? തലമുറകൾ കൈമാറി വന്ന പടവാൾ. എടുക്കരുത്. എടുത്തു. ഇതെന്താടാ, നഖം വെട്ടിയാ? അത് ഈ തലമുറകൾ കൈമാറി വന്നല്ലേ. തേയ്മാനം വന്ന് എന്റെ കൈ കിട്ടിയപ്പോൾ ഈ അവസ്ഥ അല്ലേ അമ്മ? തന്നെക്കളെ. ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് കളരിന്നല്ല അടുക്കളന്ന് കൈമാറി വന്നാണെന്നാണ് തോന്നുന്നത്. നോക്കി നിൽക്കാതെ വെട്ടടാ. ആർച്ചേ, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നീ അന്തപുരത്തിൽ പാട്ടും പാടി നീരാടുന്നത്? ഞാൻ അന്തപുരത്തിൽ നീരാടണ നിങ്ങൾ അങ്ങനെ കണ്ട്? നീ അന്തപുരത്തിൽ നീരാടുന്നത് ഇന്തപുരത്തുനിന്ന് സ്ഥിരമായിട്ട് ഞാൻ കാണുമായിരുന്നു. നീജ വഞ്ചക, ഈ കേശവൻ അഴിച്ചിരിക്കണ കണ്ടോ? കേശവൻ അഴിച്ചിട്ട് നിൽക്കുന്ന ഞാനെന്തിനു കാണണം? നിന്റെ ചോര പുരട്ടിയിട്ട് ഈ മുടി ഞാൻ കെട്ടു. നിന്റെ മുടി തേക്കാനേ എന്റെ ശരീരത്തു കൂടി ഓടുന്ന നീലശൃംഗാതി എണ്ണയല്ല. എന്തൊക്കെ പറഞ്ഞാലും മാമന്റെ ചോര അവരുണ്ടാലേ എന്റെ അമ്മ മുടി കെട്ടു. അതിനാണ് അയാളും പരിചയമൊക്കെ എടുത്തോണ്ടുന്നത്. ആർച്ചേ, ഇതൊരു ജീവനാണ്. രണ്ടു തുള്ളി ചോരയ്ക്ക് വേണ്ടി ഈ ജീവനെ നീ നശിപ്പിക്കരുത്. നിങ്ങൾ എന്തൊരു ഗർഭിണിയാ? അമ്മാമ. ഞാൻ എപ്പോഴാ നിന്റെ അമ്മാമയായത്? അമ്മാ മാമ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടോന്ന്
ലോകം കണ്ട ഏറ്റവും വലിയ തേപ്പുകാരിയാണ് നിന്റെ അമ്മ. ഇവളിലൂടെ എന്റെ പരമ്പര നിലനിർത്താമെന്ന് ഞാൻ വ്യാമോഹിച്ചു. നിങ്ങളെ പരമ്പര നിലനിർത്താനേ ഞാൻ TV ചാനലല്ല. അതല്ല, എന്റെ കുടുംബം വംശനാശ ഭീഷണിയിലാണ്. നിങ്ങൾ സിംഹവാല കൊരങ്ങ. മൂട് മാറ്റാതെ വെട്ടടാ. ഏയ്, അമ്മ സിംഹവാലൻ ചാടി. മൂടല്ല മണ്ട. ആയുധം എടുത്ത് തയ്യാറാവും മാമ, എനിക്ക് വെട്ടാൻ മുട്ടുന്നു. നിനക്ക് ആയുധം എടുത്താലേ പറ്റൂ അല്ലേ? ആ തയ്യാറായി നിൽക്കൂ, ഞാൻ ആയുധം എടുത്ത് വരാം. ചെറുക്കന്റെ മൂട് മാറ്റിയപ്പോ നിനക്ക് സമാനായല്ലേ? മക്കളെ എടാ, എന്തരോ മാരക ആയുധം എടുക്കാൻ പോയതാണ്ടാ. ഓടിയാല അയ്യോ ഇവിടെ നിന്നാണ്. ഞാൻ 1 തൊട്ട് 10 വരെ എണ്ണും. അതിനിടെ അങ്ങനെ തല വെട്ടിക്കണം. നോക്കിയ ഇപ്പം 1 ഇത് പിടിക്ക്. 2 ഡബിൾ സ്റ്റേഡ് ബോക്സ്. 3 ഈ ഷേവ് ചെയ്യണോ? വേണ്ട, നന്നായിട്ട് വെട്ടിയല്ലേ 4 5 6 7 8 9 10 വെട്ടിയാലും വെട്ടിയില്ലെങ്കിൽ സാറ്റ്. അമ്മ ഞാൻ തല വെട്ടാൻ പഠിക്കണ്. അയ്യോ അങ്ങോട്ട് മാറിന്നില്ലേ? ഞാൻ പണി തീർത്തില്ല. അവനെ ശല്യപ്പെടുത്തരുത്. നീ ഉദ്ദേശിക്കും പോലെയല്ല, അവന് നല്ലൊരു ഭാവിയുണ്ട്. പുത്തൂരം വീട്ടിൽ ആന്തരികളില്ലെന്നോ? നിന്റെ കൂടെ അംഗത്തിന് ഞാൻ തയ്യാറ്. ആയുധം എടുക്കിൻ. നിന്റെ കൂടെ ഞാനാ? ഞാൻ ഇന്ന് വെട്ടി മരിക്കും. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇനി നീ വടക്കോട്ട് നോക്കി ജീവിച്ചാ മതി കേട്ടാടാ പോര് കോഴി. വെട്ടിയാ വെട്ടിയാ ചത്താ. ആണുങ്ങളടുത്ത് കളിക്കും പോലെയല്ല, പെണ്ണുങ്ങളടുത്ത് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ആർച്ചേ? കാർച്ച. രഗ രഗ മഗ മ